ഹലോ, വെൽക്കം ടു ജസാസ് ഹെവൻ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ഫ്രൈഡ് റൈസ് റെസിപ്പി നോക്കിയാലോ? തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെസിപ്പി. അതെന്താ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെസിപ്പി അല്ലേ? എൻ്റെ മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇന്ന് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ആൾക്ക് ഓരോ ദിവസം ഓരോ മൂഡാണ്. ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ചട്ടി വെച്ച് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ അത്. അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തു. ബട്ടറോ നാടൻ നെയ്യോ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിലേക്ക് കുഞ്ഞിതാക്കി അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തു. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതും അവരത് വയറ് നിറച്ച് തിന്നുന്നതും കാണാനാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടം. ഉണ്ടാക്കി കൊടുത്ത് പുറകെ നടന്നാലും തിന്നാത്ത മക്കളും ഉണ്ട്. എത്ര കൊണ്ട് നടന്നാലും തിന്നാറില്ല എൻ്റെ മോള്. എങ്കിലും അവൾക്കിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. സവാളയും ക്യാരറ്റുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തും നമുക്ക് ആഡ് ചെയ്യാം. സ്വീറ്റ് കോണൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. സ്വീറ്റ് കോൺ, ഗ്രീൻ പീസ്, പിന്നെ ബീൻസ്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. മാത്രമല്ല അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പിറക്കി കളയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നുമില്ല. കുറച്ച് ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ വെന്ത് കഴിയുമ്പോൾ റൈസിൻ്റെ കൂടെ മിക്സായി അകത്ത് പൊയ്ക്കോളും. വേറെ വല്ലതും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുത്തി പിറക്കിക്കോ അവൾ. 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു പച്ചപ്പൊക്കെ മാറിക്കിട്ടാനും വെജിറ്റബിൾസ് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ സ്പൈസസിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഫ്രൈഡ് റൈസിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓരോ മക്കളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട്. അത് ഉമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഉമ്മമാർക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അതറിയാൻ പറ്റുക. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ തട്ടിക്കൂട്ട് ഐറ്റംസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ടത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അത്രയും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിലേക്ക് നമുക്ക് ചിക്കി വെച്ച ഒരു 3 കോഴിമുട്ട ഉണ്ട്. ഉപ്പ് മാത്രം ഇട്ട് ചിക്കിയതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സമയത്ത് ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ റൈസിലും പിന്നെ ഈ ചിക്കൻ ഫ്രൈയിലും മുട്ടയിലും ഉപ്പിട്ട് കൊടുത്തേക്കണ കാരണം ഞാൻ അതിലേക്ക് ഉപ്പിടുന്നില്ല. ഉപ്പ് കൂടിപ്പോയാലും പാടല്ലേ. അതുകൊണ്ട് ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി അതിലേക്ക് ഒരു 3/4 ഭാഗം വേവിച്ച് വെച്ച റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി ഇട്ട് കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഒന്നിച്ചിട്ടാലും മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ഈ റൈസ് വേവിച്ചിട്ടുള്ളൂ. ഒരുപാട് വേവിച്ചാൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോയാൽ ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടി കിടന്നൊന്ന് നന്നായിട്ട് ചൂടാവണം. കാരണം മുക്കാൽ ഭാഗമാണ് ഇത് വെന്തേക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാം.